ഹായ്, വെൽക്കം ടു പാണ്ടിക്കോട്ട് ഡോഗ്സ്. ചില പിള്ളേർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വല്ല മരുന്നൊക്കെ കഴിച്ചിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഈ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തടി വെക്കാം, ഏതെങ്കിലും രീതിയിലൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിന്ന് വരാം. ഈ കുഞ്ഞുങ്ങൾ പാവം സ്കൂളിലേക്ക് കയറി ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും തടിയാ തടിച്ചി എന്നുള്ള വിളി. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ബെഞ്ചിലിരിക്കാൻ പോകുമ്പോഴേക്കും നീ ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ട, നീ ഇരുന്ന സ്ഥലം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുക, കളിക്കാൻ കൂട്ടുകയില്ല, കളിച്ചാൽ നിന്നെ കൊണ്ട് ഓടാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യം കളറിൻ്റെ പേരിലായിരിക്കാം. ഇരുണ്ട നിറമുള്ള കുഞ്ഞുങ്ങളെ കൂടെ ഇരുത്തില്ല, നീ കറുത്തിട്ടാണ്, നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണ്ട, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങളൊക്കെ കണ്ടോ, ഈ കുഞ്ഞുങ്ങൾ ഒരു ബോധമില്ലാതെ പറയുന്നതാണ്, വീട്ടുകാർ ഇതാക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സാറ് ഞങ്ങളെല്ലാം വെളുത്തിട്ടല്ല, ഓള് കറുത്തിട്ടല്ല, മാറിയിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേ കുഞ്ഞു മനസ്സാണ്, ഒന്നും പോയി വഴക്ക് പറയാനൊന്നും പറ്റത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇങ്ങനൊരു പിക്ചർ ഉണ്ടായത് ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതോ ഒരു ഫാക്ടർ അവരെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ നിറത്തിൻ്റെ പേരിൽ വേർതിരിക്കാനും തടിയുടെ പേരിൽ വേർതിരിക്കാനും ഇങ്ങനെയുള്ള ഫിസിക്കൽ കാര്യങ്ങളുടെ പേരിൽ മനുഷ്യരെ കാണാൻ പഠിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോഴാണ് അതിലും വലിയ സങ്കടം. കാരണം ബോധം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഇത് ബോധത്തിൻ്റെ വേറെ ഏതോ ഒരു അളവിൽ പോയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. വലിയ ആൾക്കാർ എന്ത് ചീഞ്ഞ പരിപാടിയാണ് കാണിക്കുന്നതെന്നറിയോ? ഒരു മനുഷ്യന് എന്തെങ്കിലും ബോഡി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയട്ടെ, മെഡിസിനൊക്കെ കഴിച്ചിട്ട് വല്ല സൈഡ് എഫക്റ്റ് ആയിട്ട് വല്ല തടി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് നല്ല വിഷമമുണ്ട്. കാരണം അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ആ തടി. അത് അവർക്ക് കഴിയാത്ത രീതിയിൽ അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾ ചിലപ്പോൾ തീരെ കഴിക്കുന്ന പോലും ഉണ്ടാവില്ല. എന്നിട്ടായിരിക്കും ഇവിടെ നാലാൾക്കാർ കൂടി കഴിയുമ്പോഴേക്കും ഭയങ്കര തീറ്റയാണ്, എന്തൊരു തടിയാണെന്ന് പറയും. അല്ലെങ്കിൽ കളറിൻ്റെ പേരിൽ ഇപ്പോഴും ഉണ്ട്, ഒരു വിവരമില്ലാത്ത രീതിയിൽ കളറിൻ്റെ പേരിൽ ആൾക്കാരെ കറുമ്പി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ. എന്തൊരു മോശം ഹാബിറ്റാണെന്ന് അറിയോ അത്. നമ്മളുണ്ടല്ലോ കളിയാക്കുന്ന ആൾക്കാരെ അവരുടെ മൈൻഡ് സെറ്റിൽ വെച്ച് ആലോചിക്കുമ്പം ശരിക്കും സങ്കടമാണ്. ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവരത് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്നവരായിരിക്കും. അവരുടെ മനസ്സറിയാതെ ആയിരിക്കും നമ്മൾ ഈ കളിയാക്കുന്നതൊക്കെ. ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടൊക്കെ ആയിരിക്കും അവരുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവുക, ഫിസിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ടാവുക. നമ്മൾ അതിനെയാണ് ഈ കുത്തി മുറിവേൽപ്പിക്കുന്നതെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇത്ര മനസാക്ഷി കെട്ടവരാണെന്ന് ആലോചിച്ച് പോണേ. എന്തൊരു ചീഞ്ഞ പരിപാടിയാണല്ലേ ഒരു മനുഷ്യനെ ബോഡി ഷെയിം ചെയ്യുക എന്ന് പറയുന്നത്. സോ ഞാനിങ്ങനെ മുന്നേ പറഞ്ഞായിരുന്നു, അന്ന് എനിക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ഒരു അവസ്ഥ. അതായത് ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാർ ജനറ്റിക്കലി സംഭവിക്കുന്ന ചേഞ്ചസിൻ്റെ പേരിൽ ബോഡി ഷെയിം ചെയ്യുന്നവരും ഉണ്ടാവും. അതല്ലാണ്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ സാഹചര്യങ്ങളുടെ പേരിൽ സംഭവിച്ച ബോഡി ഷെയിമിങ്, അയ്യോ അത് ചെയ്യല്ലേ, ഒരിക്കലും ബോഡി ഷെയിം എന്ന് പറഞ്ഞ പരിപാടിയെ ചെയ്യരുത്. ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, അവരങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നതിനപ്പുറം ആ ആളുടെ ബോഡിയിലേക്ക് അനാവശ്യമായിട്ട് കളിയാക്കലുകളും കൊണ്ട് ചെല്ലരുത്. ഓക്കെ, നമ്മളും മനുഷ്യരാണ് അല്ലേ, നമ്മളെപ്പോലത്തെ ഒരു ജീവനുള്ളൊരു ബോഡിയാണ് അവരുടെ ബോഡി എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് മനുഷ്യർക്ക് ഒരുപാട് വ്യത്യസ്തത ഉണ്ടാവും, അത് മനസ്സിലാക്കി പോയാൽ മതി. അതിൻ്റെ പേരിൽ കളിയാക്കാൻ നിൽക്കുമ്പം നമ്മൾ ശരിക്കും മനുഷ്യരല്ലാണ്ടാവുകയാണ്. ഇതിനും ഭേദമല്ല, മനസ്സും ശരീരവും ബുദ്ധിയുള്ള നമ്മൾ മനുഷ്യരെ പോലെ പെരുമാറിയില്ലെങ്കിൽ പിന്നെ ആര് പെരുമാറാനാ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കല്ലേ. അതും ഇങ്ങനെ ബോഡി ഷെയിം ചെയ്തിട്ട് ആരെയും കളിയാക്കാൻ നിൽക്കരുത്. ഓക്കെ.